ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു അവിയലാണ് കേട്ടോ. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ അവിയലാണ് നമ്മുടെ ചീര അവിയൽ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ചീര അവിയൽ എന്താണ് ഈ ഒരു കളറ്, ചീര അവിയലിൻ്റെ കളർ ഇതല്ലല്ലോ എന്ന്. ചീര അവിയലിൻ്റെ കളർ ഇതായിപ്പോയതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ ചീരയില കുറവും ചീരയുടെ തണ്ട് കൂടുതലായിരുന്നു. അതുകൊണ്ടാണ് ചീര അവിയലിൻ്റെ കളർ ഇതായത്. ചീര അവിയലിൻ്റെ റെസിപ്പി ഇത് തന്നെയാണ്. കളറ് നമ്മൾ ഇല കൂടുതൽ ചേർക്കുമ്പോഴാണ് വരിക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ചീര അവിയൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ചീരയുടെ തണ്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്, ചീരയുടെ ഇല സെപ്പറേറ്റ് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ഒരു പിടി ചീരയാണ് കേട്ടോ. ഒരു പിടി എന്ന് വെച്ചാൽ ഒരു കെട്ട് ചീരയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ തണ്ട് കുറച്ച് വണ്ണമുള്ള തണ്ടാണെങ്കിലും കുഴപ്പമില്ല, ഈ ഒരു വണ്ണമൊക്കെ ഉള്ള തണ്ടാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഇതിലും വണ്ണം കൂടിയ തണ്ടാണെങ്കിൽ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഉപയോഗിക്കുക. മുരിങ്ങയ്ക്കൊക്കെ സ്പ്ലിറ്റ് ചെയ്യില്ലേ, അതുപോലെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഉപയോഗിക്കുക. പിന്നെ നമ്മൾ ഒരു പിടി കയ്യിൽ ഒരു പിടി ചക്കക്കുരു എടുത്തിട്ടുണ്ട്, ഒരു പിടി ഉള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളകിൻ്റെ എണ്ണം നമ്മുടെ എരിവനുസരിച്ച് വ്യത്യാസം വരുത്താം. അപ്പോൾ ചക്കക്കുരു ചേർത്തിട്ട് ഈ ഒരു അവിയൽ ഉണ്ടാക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. ചക്കക്കുരു ചേർക്കാതെയും ഉണ്ടാക്കാം. ചക്കക്കുരു ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്തിട്ട് തന്നെ ഉണ്ടാക്കിക്കോളൂ, ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാതെ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ ചക്കക്കുരു ചേർത്ത അവിയലിനാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക, ചക്കക്കുരു ചേർക്കാത്ത അവിയലിനേക്കാൾ. പിന്നെ നമുക്ക് വേണ്ടത് തൈരാണ്. കുറച്ച് പുളിയുള്ള തൈര് വേണം, ഒരുപാട് തൈര് വേണ്ട. ഞാനിപ്പോൾ ഒരു പാക്കറ്റ് എടുത്ത് വെച്ചു എന്നേ ഉള്ളൂ. പിന്നെ നമുക്ക് തേങ്ങ ചിരവിയത് വേണം. ഞാനിപ്പോൾ 1.25 കപ്പ് തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട് ഈ ഒരു കെട്ട് ചീരയിലേക്കായിട്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ചക്കക്കുരും ചീരയുടെ തണ്ടും ചേർത്തൊന്ന് കുക്ക് ചെയ്യാൻ വയ്ക്കാം. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇപ്പോൾ ഞാനൊരു ചട്ടിയിൽ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് മൺചട്ടിയിലും ചെയ്യാം, നോൺ സ്റ്റിക്ക് പാനിലും ചെയ്യാം, ഇന്ന പാത്രത്തിൽ ചെയ്യാൻ പാടുള്ളൊന്നുമില്ല. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചീരയുടെ തണ്ട് ഇട്ട് കൊടുക്കുക. ചീരയുടെ തണ്ടിന് കുക്കിംഗ് ടൈം കൂടുതലാണല്ലോ, അതുകൊണ്ടാണ് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് വേവിക്കുന്നത്. ഇല മാത്രമായിട്ട് വേവിക്കുമ്പോൾ നമുക്ക് വെള്ളം ചേർക്കാതെ തന്നെ വേവിച്ചെടുക്കാം. ഇതിലേക്ക് ചക്കക്കുരുവും കൂടി ചേർക്കാം. ചക്കക്കുരു നീളത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ, അപ്പോഴേ ചീരയുടെ തണ്ടിൻ്റെ കൂടെ കുക്കായി കിട്ടുള്ളൂ. തിക്കായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുക്കായി കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇതിലേക്ക് നമുക്കിനി അവിയലിന് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂണിലും താഴെ 2-3 പിഞ്ച് മുളക് പൊടി ചേർക്കുന്നുണ്ട്. എരിവുള്ള മുളക് പൊടിയാണിത്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്. അപ്പോൾ നമുക്ക് ചീരയില ചേർക്കുമ്പോൾ വീണ്ടും ഉപ്പ് ചേർക്കേണ്ടി വരും. ഇപ്പോൾ നമ്മൾ ഈ കഷ്ണങ്ങളിലേക്ക് മാത്രമുള്ള ഉപ്പേ ചേർക്കുന്നുള്ളൂ. ഇനി ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അടച്ചു വയ്ക്കാം. ഈ സമയത്ത് തന്നെ നമ്മൾ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് ചതച്ച് വയ്ക്കണം കേട്ടോ. ഉള്ളി അരച്ചല്ല എടുക്കുന്നത്, ഉള്ളി ചതച്ചാണ് എടുക്കുന്നത്. തേങ്ങയുടെ കൂടെ ചേർത്ത് അരച്ചെടുക്കുന്നില്ല, വേറെ സെപ്പറേറ്റ് നമ്മൾ ചതച്ചെടുത്തിട്ടാണ് അവിയലിലേക്ക് ചേർക്കുന്നത്. അത് എല്ലാ അവിയലിലും ഒരുപോലെ തന്നെയാണ്, കോമൺ ആയിട്ടുള്ള കാര്യമാണ് ഉള്ളി ചതച്ച് ചേർക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്കിത് ഇവിടെ ഇരുന്ന് വേവട്ടെ. ഈ സമയത്ത് നമ്മുടെ അരപ്പിന് വേണ്ട കാര്യങ്ങൾ നോക്കാം. അപ്പോൾ നമുക്കിനി നമ്മുടെ അരപ്പിൻ്റെ കാര്യങ്ങൾ നോക്കാം. അരപ്പിനായിട്ട് നമ്മളിപ്പോൾ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കുക. അരച്ചെടുക്കരുത്, ഒന്ന് ഒതുക്കിയെടുക്കാനേ പാടുള്ളൂ, വെള്ളം ചേർക്കരുത് കേട്ടോ. പിന്നെ നമുക്ക് ഈ അവിയലിലേക്ക് പുളി ചേർക്കാം, മാങ്ങ ചേർക്കാം. തൈരിന് പകരമായിട്ട് ഇത് രണ്ടും ചേർക്കാവുന്നതാണ്. അപ്പോൾ മാങ്ങയുടെ സീസൺ ആകുമ്പോൾ എല്ലാവരും ഒരു പകുതി മാങ്ങ ചേർത്താൽ മതി കേട്ടോ. ഒരു കെട്ട് ചീരയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മാങ്ങയുടെ പകുതി, നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ ഒരു മാങ്ങയുടെ പകുതി മതി. എൻ്റെ കയ്യിലിപ്പോൾ മാങ്ങ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ തൈര് ചേർക്കുന്നത്. അപ്പോൾ മാങ്ങയാണെങ്കിൽ ചക്കക്കുരുവിൻ്റെയും ചീരയുടെ തണ്ടിൻ്റെയും കൂടെ ചേർത്ത് വേവിക്കണം. അപ്പോൾ നമുക്കൊരു 1/2 ടീസ്പൂൺ നല്ല ജീരകവും കൂടി ചേർക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളകും ചേർക്കാം. അപ്പോൾ നമ്മൾ ചക്കക്കുരു കട്ട് ചെയ്യുന്ന പോലെ തന്നെ നീളത്തിൽ മാങ്ങയും കൂടി കട്ട് ചെയ്തിട്ട് ചക്കക്കുരുവും ചീരത്തണ്ടും വേവിക്കുന്നതിൻ്റെ കൂടെ തന്നെ വേവിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചേർത്താൽ മതി. മാങ്ങയാണെങ്കിൽ മാത്രം, പുളിയാണെങ്കിലും തൈരാണെങ്കിലും ഞാൻ പറയാട്ടോ എപ്പോഴാണ് ചേർക്കേണ്ടതെന്ന്. ഇനിയിപ്പോൾ നമുക്കിത് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങ നമ്മളിതാ നന്നായിട്ട് ഒതുക്കിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ മതി കേട്ടോ, അവിയലിൻ്റെ ഭാഗത്തിൽ ഒതുക്കിയെടുക്കുക. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു 10 മിനിറ്റെങ്കിലും നമ്മുടെ ചീരത്തണ്ടും ചക്കക്കുരുവും എല്ലാം ചേർന്ന് വേവണം. അതിനുശേഷം വേണം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചേർക്കാനായിട്ട്. അപ്പോൾ ഇതിലേക്ക് മുരിങ്ങയ്ക്ക ചേർക്കാം, അച്ചിങ്ങ ചേർക്കാം, അങ്ങനെ പലതും ചേർത്തിട്ട് ചീരാവിയൽ ഉണ്ടാക്കാം. നമ്മളിപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ചീരാവിയൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്യാം കേട്ടോ. അവിയൽ എന്ന് പറയുമ്പോൾ എല്ലാ വെജിറ്റബിൾസും ചേർത്ത് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഞാനപ്പോൾ അതിന് 1-2 വെജിറ്റബിൾസ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ നമ്മുടെ ചീരയൊക്കെ ഒന്ന് കുക്കായി വരട്ടെ. അപ്പോൾ നമ്മുടെ ചീരത്തണ്ടും ചക്കക്കുരുവും നന്നായിട്ട് കുക്കായിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. കുറച്ച് വെള്ളമുണ്ട്, അത് നമുക്ക് കുഴപ്പമില്ല.
ഇനി നമുക്കിതിലേക്ക് ചീരയുടെ ഇല കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ചേർക്കാം. നമ്മൾ വലുതായിട്ട് തന്നെയാണ് കേട്ടോ ചീരയില കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. തോരൻ്റെ ഭാഗത്തിലൊന്നും കട്ട് ചെയ്യേണ്ട. ഒരു ഇല 2 or 3 ആയിട്ട് മുറിയുന്ന രീതിയിലൊന്ന് കട്ട് ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ അവിയലാകുമ്പോൾ കുറച്ച് വലിപ്പമുള്ള കഷ്ണങ്ങളാണല്ലോ വേണ്ടത്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് ആവി കയറി വരുന്നത് വരെ വേവിച്ചെടുക്കാം. ആവി കയറി വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നിങ്ങൾ പുളിയാണ് ചേർക്കുന്നതെങ്കിൽ വാളൻപുളി പിഴിഞ്ഞിട്ട് ഒരു ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള വാളൻപുളി എടുക്കുക, അത് പിഴിഞ്ഞെടുക്കുക. അതിന് ശേഷം നമ്മൾ ഈ ചീരയില ഒന്ന് വാടി വരുമ്പോൾ ആ വാളൻപുളി ചേർത്തിട്ട് വേവിച്ചെടുക്കുക. അപ്പോഴാണ് വാളൻപുളി ചേർത്തിട്ട് അവിയൽ ഉണ്ടാക്കുന്ന രീതി അങ്ങനെയാണ്. അപ്പോൾ ഈ ചീരയില വാടി വരട്ടെ. തൈരാണെങ്കിൽ ഏറ്റവും അവസാനമേ തൈര് ചേർക്കാൻ പാടുള്ളൂ കേട്ടോ. ഇപ്പോഴൊന്നും തൈര് ചേർക്കരുത്. അപ്പോൾ ഞാനിപ്പോൾ തൈര് ചേർത്തിട്ട് ചെയ്യുന്നുണ്ട്, അത് കറക്റ്റായിട്ട് കാണിച്ചു തരാം. ബാക്കിയുള്ളത് ഞാൻ പറയുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഇനി ചീരയില മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിക്കുക, ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിക്കരുത്. ഒന്ന് വാടി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചീരയിലയും നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, വെള്ളമൊക്കെ ഇറങ്ങി വന്നതൊക്കെ വറ്റി വന്നു. ഇനി നമുക്കിതിലേക്ക് തൈര് ചേർക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് വേണം തൈര് ചേർക്കാൻ. പുളി കൂടുതലുള്ള തൈരാണെങ്കിൽ കുറച്ച് ചേർക്കാം കേട്ടോ. നിങ്ങൾക്ക് പുളി നല്ല ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ച് തൈര് കൂടുതൽ ചേർത്തുള്ളൂ. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് തൈര് ചേർക്കുന്നുള്ളൂ. ഇനി തൈര് ചേർത്ത് ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഇതിന് കൂടെ തന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും അതുപോലെ തന്നെ നമ്മൾ ഒതുക്കി വെച്ചിരിക്കുന്ന തേങ്ങ ഉണ്ടല്ലോ, അത് രണ്ടും ചേർത്ത് കൊടുക്കാം. ഉള്ളി ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ തേങ്ങ. ഇനി ഇതെല്ലാം ചേർത്തിട്ട് ഒരു 2-3 മിനിറ്റ് അടച്ചു വെക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചീര ഇല ഉപയോഗിച്ച് തന്നെ അല്ലെങ്കിൽ ചീരയുടെ തണ്ട് ഉപയോഗിച്ച് തന്നെ നമുക്കൊന്ന് അരപ്പ് പതുക്കെ കവർ ചെയ്യാം. ഇതിപ്പോൾ അരപ്പ് കവർ ചെയ്യാനുള്ള അത്രയും ചീര ഇല്ല, നമുക്ക് ചീര കുറവേ ഉള്ളൂ. പക്ഷേ ഇതുപോലൊന്ന് കവർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ തേങ്ങയിലേക്ക് നന്നായിട്ട് ആവി കയറിയിട്ട് തേങ്ങയൊക്കെ നന്നായി കുക്കായി വരും. ഇതുപോലെ ഒരുമിച്ചാക്കിയിട്ട് വെക്കാം കേട്ടോ. ഇനി തേങ്ങ ഒന്ന് കുക്കായി വരട്ടെ. ഒരു 3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കാം. അപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല, ഇനി നമുക്ക് ഉപ്പ് ചേർക്കാനുള്ളതാണ്. അതിപ്പോഴല്ല, നമ്മൾ ഈ അവിയൽ എല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ അരപ്പും അതുപോലെ തന്നെ നമ്മുടെ കഷ്ണങ്ങളെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പ് ചെക്ക് ചെയ്യാം, ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളിലുള്ള ഉപ്പൊക്കെ തേങ്ങയിലേക്കൊക്കെ ഒന്ന് പിടിച്ചു വരും. പോരാതെയുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇതൊന്ന് 3 മിനിറ്റ് ചെറിയ തീയിലിരുന്നിട്ട് കുക്കായി വരട്ടെ. അപ്പോൾ നമ്മൾ അരപ്പൊക്കെ ചേർത്ത് ചീര അടച്ചു വെച്ചിട്ട് ഒരു 3 മിനിറ്റ് കഴിഞ്ഞു. നമുക്കൊന്ന് തുറക്കാം. ഇത് കണ്ടോ, കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്, വളരെ കുറച്ച്. ഇനി നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം. നല്ലൊരു അവിയലിൻ്റെ സ്മെല്ലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് കുറവാണ്. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ചീരയില കൂടുതലുണ്ടെങ്കിൽ നല്ല റെഡ് കളറിൽ അവിയലായിരിക്കും കേട്ടോ നമുക്ക് കിട്ടുക. എനിക്കിപ്പോൾ ചീര തണ്ടാണ് കൂടുതലുള്ളത്, ഇലയൊക്കെ ചുരുങ്ങിപ്പോയി. അതുകൊണ്ട് റെഡ് കളറിൽ അവിയലല്ല, അവിയലിൻ്റെ കളർ കുറച്ച് ലൈറ്റാണ്. പിന്നെ നമുക്കിതിലേക്ക് ക്യാരറ്റോ ബീട്രൂട്ടോ ഒക്കെ ചേർക്കാം. ചീര ആയതുകൊണ്ട് തന്നെ ബീട്രൂട്ട് ചേർത്താലും ആ ഒരു കളർ അതുപോലെ തന്നെ നിൽക്കും. അപ്പോൾ ഞാൻ ഉപ്പ് ചേർക്കട്ടെ. കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. അപ്പോൾ സാധാരണ അവിയൽ വയ്ക്കുന്നതിൽ നിന്ന് ഈ ചീരയുടെ കഷ്ണങ്ങൾ നമ്മൾ വെള്ളം ഒഴിച്ച് വേവിക്കുന്നു എന്നുള്ള വ്യത്യാസമുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ അവിയൽ ഉണ്ടാക്കുമ്പോൾ വെള്ളം ചേർക്കാതെയാണ് കഷ്ണങ്ങൾ വേവിച്ചെടുക്കാറ്. ആ അവിയൽ വെളിച്ചെണ്ണയിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ അവിയൽ ഉണ്ടാക്കുന്നത്. അത് നമ്മുടെ നേരത്തെ അവിയൽ കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് അവിയൽ ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. നമ്മുടെ കറിവേപ്പില ഉണ്ടല്ലോ, കറിവേപ്പില ഒന്ന് കയ്യിലെടുത്തിട്ട് ഇതുപോലെ ഒന്ന് തിരുമ്മുക. അതിനുശേഷം ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക. കുറച്ച് വേണം വെളിച്ചെണ്ണ. ഇനി ഇത് ഇളക്കരുത്, ഒന്ന് അടച്ചു വയ്ക്കുക. ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. നമ്മുടെ അവിയൽ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്കിത് ചോറുണ്ണുന്നതിന് തൊട്ട് മുന്നേയായിട്ട് ഇളക്കിയെടുക്കുക. ഏത് അവിയൽ റെഡിയാക്കിയാലും നമ്മൾ ലാസ്റ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. കറിവേപ്പില ഇട്ടിട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മളൊന്ന് അടച്ചു വയ്ക്കും. അവിയൽ കഴിക്കുന്നതിന് തൊട്ട് മുന്നേയായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ കറിവേപ്പിലയുടെ ഫ്ലേവറും വെളിച്ചെണ്ണയുടെ ഫ്ലേവറും എല്ലാം നമ്മുടെ അവിയലിലേക്ക് ഇറങ്ങി മിക്സായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവിയൽ റെഡിയായി കിട്ടും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ, നന്നായിട്ട് ഇഷ്ടപ്പെടും. ഒരു കെട്ട് ചീര ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അവിയൽ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ.
അപ്പോൾ ചീര അവിയലിൻ്റെ റെസിപ്പി എൻ്റെ അടുത്ത് ചോദിച്ചത് നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ്. ഞാൻ ചെയ്യാൻ കുറച്ച് ദിവസം വൈകിപ്പോയിട്ട്, എനിക്ക് ചീര കിട്ടാൻ കുറച്ച് ദിവസം വൈകിപ്പോയി. അതുകൊണ്ട് ചീര അവിയൽ ഉണ്ടാക്കാൻ ഒന്ന് രണ്ട് ദിവസമല്ല 3-4 ദിവസം വൈകിപ്പോയി. അപ്പോൾ അതൊന്ന് ക്ഷമിക്കാട്ടോ. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന റെസിപ്പികൾ ഞാൻ ഉടനെ തന്നെ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. പിന്നെ ഇതുപോലെ എന്തെങ്കിലും സാഹചര്യവശാൽ വന്നാൽ ഒന്ന് ക്ഷമിക്കുക. അതിനുശേഷം നമ്മൾ എന്തായാലും ചെയ്ത് കാണിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോരുത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ, കുക്കിംഗ് താല്പര്യമുള്ള ആളുകളാണെങ്കിൽ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓളെന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.